ഹായ്. ഇപ്പൊ റീസെന്റ് ആയിട്ടിട്ട് എന്റെ എല്ലാ വീഡിയോസിന്റെയും താഴെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഷോർട്ട് നോട്ട്സ് എപ്പോഴാ ഇടുക, ഷോർട്ട് നോട്ട് ഇട്ടില്ലല്ലോ, ചാനലിൽ ജോയിൻ ചെയ്തു, എന്താ ഷോർട്ട് നോട്ട്സ് ഇടാത്തെ, അത് ഇഷ്ടം പോലെയാണ് കമന്റില്. അപ്പൊ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്, ഞാൻ ഷോർട്ട് നോട്ട് എങ്ങനെയാണ് ഉണ്ടാകുക. ഷോർട്ട് നോട്ട്സ് എന്തായാലും എല്ലാവരും ഉണ്ടായിരിക്കണം, അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ പോലെയാണ് ഞാൻ ഇതിന് മുൻപ് വീഡിയോ ചെയ്തിട്ടുള്ളത്. മേക്ക് യുവർ ഓൺ ഫോർമുല നോട്ട്സ് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനകത്ത് എന്റെ ഷോർട്ട് നോട്ട്സ് ഒക്കെ എക്സാമ്പിൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് തന്നെ മനസ്സിലായി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. വേറൊരാളുടെ ഷോർട്ട് നോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ അത് വായിച്ചാൽ എഫക്റ്റീവ് ആവുന്നവരുണ്ടാവും, പക്ഷെ എനിക്ക് എന്റെ കൈ കൊണ്ട് എഴുതിയ എന്റെ ഷോർട്ട് നോട്ട്സ് മാത്രമേ എനിക്ക് എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ അതുപോലെ നോക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയിപ്പോൾ അത് ഉണ്ടാക്കാൻ കഴിയുന്നില്ല, ഇപ്പോഴും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല, കുറെ ടൈം എടുക്കുന്നുണ്ട്, അത്ര ടൈം എടുക്കാനില്ല എന്നൊക്കെ ഉള്ളവർക്കാണ് ഞാൻ അത് അവൈലബിൾ ആക്കാന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, വേറൊരാളുടെ നോട്ട് നോക്കിയിട്ട് പഠിക്കാൻ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ. ചിലവർക്ക് അത് കഴിയില്ല, അപ്പൊ എനിക്കൊന്നും അത് കഴിയില്ല. വേറൊരാളെ ബുക്ക് വായിച്ച് എനിക്കതൊരു തീരെ കംഫർട്ടബിൾ അല്ലായിരുന്നു. അപ്പൊ അങ്ങനെ അല്ലാത്തവരായിരിക്കണം ഈ നോട്ട് ചോദിക്കുന്നവര്. നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും അത് ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആക്കുന്നുണ്ട്. ഈ ഒരു വീക്കിനുള്ളിൽ തന്നെ അതൊക്കെ ഫോട്ടോ എടുത്ത് PDF ആക്കാൻ കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പൊ വിചാരിച്ചതിലേറെ ലാഗായി പോയത് അതുകൊണ്ടാണ്. എന്തായാലും ഈ ഒരു വീക്കിൽ തന്നെ, മാക്സിമം ഈ ഒരു വീക്കിന്റെ ഉള്ളിൽ തന്നെ ഞാൻ അവൈലബിൾ ആക്കാൻ വേണ്ടി ശ്രമിക്കാം. ബൈ.